കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനും ശ്രീലക്ഷ്മിയും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പല തെറ്റും എന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മദൻ ലോയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം ശ്രീലക്ഷ്മിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഗർഭിണിയും ഞാൻ ഇതുവരെ ഗർഭം ധരിച്ചില്ലെന്ന് എല്ലാവരും അറിയുമ്പോ എല്ലാവരും കൂടുതലായി ശ്രീലക്ഷ്മിയെ സ്നേഹിക്കൂ എന്നുള്ള ഭയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആലോചിച്ചത് പോലും. എല്ലാവരിൽ നിന്നും ശ്രീലക്ഷ്മിക്ക് കിട്ടുന്ന സ്നേഹവും പരിചരണവും എനിക്കും വേണമെന്ന് തോന്നി. അതിനായി ഞാൻ കുറെ ആഗ്രഹിച്ചു. കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ആ ഇഷ്ടമൊക്കെ നേടണമെന്ന് തോന്നി. അതുകൊണ്ട് ബ്രദർ ഇൻ ലോയുടെ അനിയത്തിക്കുട്ടി ഇതിന് തയ്യാറായത്. അതെ, എന്റെ മോളെ ഞാൻ പിന്താങ്ങുന്നതല്ല. എങ്കിലും അവള് പറഞ്ഞതല്ല ശരിയാ. ഞാനാ അവൾക്ക് ഇങ്ങനെ ഒരു വഴി പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. അതിന് എന്റെ മോളെ ശിക്ഷിക്കരുത്. അവളുടെ ജീവിതം തകർക്കരുത്. അവളുടെ അമ്മയുടെ അപേക്ഷയാ. വേണ്ട. ഏറ്റുപറച്ചിലിന്റെയും അപേക്ഷയുടെയും സ്വരം ഇനി ഈ വീട്ടിൽ വേണ്ട. രവിയും കൂടി വന്നിട്ട് ആ കർമ്മം നിർവഹിക്കാന്ന് കരുതിയാ ഞാൻ കാത്തുനിന്നത്. രാജലക്ഷ്മിക്കും രേഖയ്ക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോ ഈ രാത്രി. അമ്മേ, പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് ഞാനോ അമ്മയോ അല്ല, രഘുവാണ്. രഘുവിന്റെ തീരുമാനം അന്തിമമായി കണ്ടേ ഇതിലൊരു തീരുമാനം എടുക്കാനാവും. രഘു, എന്താ നിന്റെ തീരുമാനം? ചേട്ടായി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് രേഖയുടെ ഭർത്താവാണെന്ന പരിഗണനയിലാണെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ മാത്രമേ ആ സ്ഥാനം എനിക്കുള്ളൂ. ആത്മബന്ധം കൊണ്ട് അതെനിക്കില്ല. എൻ്റെ കൂടെ വേണമെന്ന് തോന്നിയ നിർണായക നിമിഷങ്ങളിൽ പോലും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്നിട്ടില്ല. ഒരു ഭർത്താവായി എന്നെ പരിഗണിക്കാനും എന്നെ സ്നേഹിക്കാനും പലപ്പോഴും രേഖ ബുദ്ധിമുട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു നിമിഷം പോലും രഘു എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും എന്നെ അസ്വസ്ഥനാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ഞാനെല്ലാം ക്ഷമിച്ച് വീണ്ടും സ്നേഹിക്കുന്നത് എനിക്കവളെ ഇഷ്ടമുള്ളതുകൊണ്ടാ. ഇവളെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാ. കൂടുതലൊന്നും വേണ്ട. ഞാൻ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശം ഇവൾ എനിക്ക് തിരികെ തന്നാ മതി. ഞങ്ങളുടെ ജീവിതം സ്വർഗമാകാൻ. കള്ളമായിരുന്നിട്ടും രേഖ ഗർഭിണിയാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് എന്നെയാ. എന്റെ ആ സന്തോഷം ചേട്ടായും കണ്ടതല്ലേ?
എനിക്കൊരു കുഞ്ഞെന്ന സന്തോഷത്തിനേക്കാൾ അപ്പുറം എനിക്ക് സന്തോഷം തന്നത് രേഖ ഒരു അമ്മയാവാൻ പോകുന്നതിലായിരുന്നു. അതിലൂടെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഭാര്യയും അമ്മയും കിട്ടുമെന്ന് ഞാൻ കരുതി. ഞങ്ങളുടെ മാത്രം സ്വകാര്യ സന്തോഷങ്ങളിൽ എത്രയോ തവണ ഞാൻ ഇല്ലാത്ത കുഞ്ഞിനോട് ഒരു അച്ഛന്റെ വാത്സല്യത്തോടെ സംസാരിച്ചിരിക്കുന്നു. അപ്പോഴെങ്കിലും ഇവൾക്ക് എന്നോട് സത്യം പറയായിരുന്നില്ല ചേട്ടായി. ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് എന്റെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നതായിരുന്നു. ഈശ്വരൻ തന്നില്ലെങ്കിലും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ലേ? ഇങ്ങനെ തെറ്റുകാരിയായി നിൽക്കേണ്ടി വരുമായിരുന്നോ? എന്റെ ഭാര്യ ഞാനറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്തു. അത് ഈ കുടുംബം തകർക്കാൻ പാകത്തിലുള്ളതായതുകൊണ്ട് അമ്മയും ചേട്ടായി എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പം നിൽക്കാൻ എനിക്ക് സമ്മതമാണ്. കേട്ടല്ലോ. ഇനി മറ്റൊരു ആലോചനയുടെ ആവശ്യമുണ്ടോ? രേഖ മാഡം, നിങ്ങളെല്ലാരും തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഞാനിനി ഇതില് അഭിപ്രായം പറയേണ്ട ഒരാളല്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. ഞാൻ പറയുന്നത് രേഖ മാഡവും രാജലക്ഷ്മി അമ്മയും തെറ്റുകാരല്ല എന്നല്ല. ചെയ്ത തെറ്റ് ഇവർ സമ്മതിക്കുകയും ചെയ്തു. അതിന് മാപ്പ് പറയുകയും ഇങ്ങനൊരു തെറ്റ് ചെയ്യാനുണ്ടായ കാരണവും എല്ലാം രേഖ മാഡം പറഞ്ഞു കഴിഞ്ഞു. അറിവും ബോധവും ഉള്ളവരുടെ മുന്നിൽ സ്വമേധയാ ചെയ്യുന്ന കുറ്റസമ്മതല്ലേ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. രേഖ മാഡത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ, കുറെ വേദനിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് മനസ്സിനകത്ത് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഉള്ളത് കുറച്ചായാലും വേണ്ടില്ല, അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകും വിധത്തിൽ പ്രകടിപ്പിക്കുക തന്നെ വേണം. നഷ്ടപ്പെടുന്നവർക്കെ അതിന്റെ വേദന അറിയൂ. നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാവരുടെ സ്നേഹവും പരിഗണനയും പിടിച്ചു പറ്റാൻ ശ്രമിക്കാതെ മാഡത്തെ സ്നേഹിക്കുന്ന ഒരാളെ മാഡം തിരിച്ചറിഞ്ഞാൽ മതി. മാഡത്തിന്റെ ഈ സ്വഭാവത്തിനും ജീവിതത്തിനും വരെ മാറ്റങ്ങൾ വരും. ഉറപ്പാത്. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മുന്നിൽ ഒന്ന് കണ്ണടച്ചു എന്ന് കരുതി ഒന്നും ആർക്ക് സംഭവിക്കാൻ പോകുന്നില്ല മാഡം. ഇപ്പോ ഈ നടന്ന സംഭവത്തിൽ ഇവര് രണ്ടുപേരും മാത്രമാണ് കുറ്റക്കാരെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാവരും അതിലെ പങ്കാളികളാണ്. വിശക്കുന്നവന് മുന്നിലിരുന്ന് ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ ലാളിക്കരുതെന്നും കേട്ടിട്ടുണ്ട്. ഇവിടെ നടന്നതും അതുപോലൊരു കാര്യം. ഗർഭിണിയായിരുന്ന എന്നെ എല്ലാവരും സ്നേഹിക്കുകയും ആവശ്യത്തിന് പരിഗണന കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ എന്നെ പോലെ തന്നെ ഈ വീട്ടിലേക്ക് കയറി വന്ന രേഖ മാഡത്തിന് വിഷമമായി എന്നുള്ളത് സ്വാഭാവിക. എന്നെ പോലെ തന്നെ ഗായത്രി അമ്മ രേഖ മാഡത്തെ സ്നേഹിക്കുന്ന കാര്യം രേഖ മാഡത്തിന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ആ സ്നേഹം അറിയാൻ ശ്രമിച്ചില്ല. അങ്ങനെ
അമ്മയും ചേട്ടായും പറയുന്ന തീരുമാനത്തിന് അനുവാദം കൊടുക്കുമ്പോ ഇവിടുന്ന് പോകാൻ പോകുന്നത് രഘുവിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് രഘുവാണ് തീരുമാനിക്കാനുള്ളത്. ഇതെല്ലാം അറിഞ്ഞ് പെട്ടെന്നുള്ള ദേഷ്യത്തില് രഘു ഇവരെ പറഞ്ഞു വിട്ടിട്ട് ദേഷ്യം മാറുമ്പോ പിന്നെ ചിലപ്പോ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഈശ്വരനെ സാക്ഷി നിർത്തി രഘു താലി കെട്ടി കൂട്ടിക്കൊണ്ടു വന്നതാ രേഖ മാഡത്തിനെ. ഇപ്പൊ പോകാൻ പോകുന്നത് അതേ ഈശ്വരന്റെ തീരുമാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതെല്ലാം ഞാനിവിടെ ഇപ്പോ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാ. കാരണം നാളെ ഒരു സമയം രഘുവിന്റെ ജീവിതം ഇല്ലാതായത് ഈ വീട്ടിലെ ബാക്കിയുള്ള ഒരു കാരണമാണെന്ന് വരരുത്. നാട്ടുകാരോ ബന്ധുക്കളോ ചോദിച്ച അബോഷൻ എന്നൊരൊറ്റ വാക്കിൽ തീരുന്ന പ്രശ്നത്തെയാണോ ഇത്രയും വലുതാക്കി പടിയടച്ച് പിണ്ടം വെക്കാൻ പോകുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി രഘു. ഈ ഒരു സ്ഥലത്ത് ഇത്രയും പറയാൻ ഞാൻ ആളല്ലെന്ന് എനിക്കറിയാം. എങ്കിലും കൺമുന്നിൽ ഈ കുടുംബം അടിച്ചു പിരിയുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. രവി, ശ്രീലക്ഷ്മി മോള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ നിന്റെ തീരുമാനം? ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ശ്രീലക്ഷ്മി എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രീലക്ഷ്മി ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നു. എന്നും ഈ സൗജന്യം പ്രതീക്ഷിക്കരുത്. പിന്നെ ശ്രീലക്ഷ്മിയും രേഖയും എന്നും എനിക്ക് ഒരുപോലെ തന്നെയാ. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുവാ. ശ്രീലക്ഷ്മിക്ക് തോന്നാത്തത് രേഖയ്ക്ക് തോന്നിയെങ്കിൽ അത് തെറ്റായ ഉപദേശങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയാം. മനസ്സ് ശുദ്ധമാണെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ മറ്റൊരു കാരണം അത് തന്നെയാ. അത്രയും സ്നേഹിക്കുന്നവര്, അത്രയും വിശ്വസിക്കുന്നവര് നമ്മളെ പറ്റിച്ചു എന്നറിയുമ്പോ ഉണ്ടാകുന്ന മനസ്സിലെ ഒരു പിടപ്പിൽ നിന്നുണ്ടായതാ ഇതല്ല. ഇനിയെങ്കിലും രാജലക്ഷ്മി മോൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്ക്. അവളുടെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം. രേഖ മാഡം, പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല മാതൃത്വവും മാതൃസ്നേഹവും. പണത്തിന് വേണ്ടിയും അങ്ങനെ ചെയ്യരുത്. ഇവിടെയുള്ളവർ ക്ഷമിച്ച പോലെ ഈശ്വരൻ ക്ഷമിച്ചു എന്ന് വരില്ല. ഹലോ സർ. ആഹാ, ചാന്ദ്ര മേഡം ഇതുവരെ പോയില്ലേ? ഇല്ല സർ, ഓഡിറ്റിംഗ് ഒക്കെ വരുമല്ലേ, ഫിനിഷ് ചെയ്ത ഫയലുകൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാന്ന് കരുതി. മാഡം ഇവിടുത്തെ വൈസ് പ്രസിഡന്റ്. രവിയുടെ അഭാവത്തിൽ ഈ കമ്പനിയെ നിയന്ത്രിക്കേണ്ട ആൾ. ഇതൊക്കെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് മാഡം പോയി സുഖമായി ഉറങ്ങാൻ നോക്ക്. ഞാൻ പലപ്പോഴും അതിന് ശ്രമിച്ചതാ സർ. സ്റ്റാഫ് ആയിരുന്ന കാലം മുതൽ ചെയ്തു വന്ന ഓരോന്നും ഇപ്പോഴും ചെയ്തു പോരുന്നു. ദാറ്റ്സ് ഓൾ. മാത്രമല്ല, വേറെ ആരെങ്കിലും ചെയ്താലും ഒരു തൃപ്തിക്കുറവ്. അതാ ക്രോസ് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച. പക്ഷേ ഇപ്പൊ തോന്നുന്നു ഇന്ന് ഉറങ്ങാതിരുന്നത്
എന്തുകൊണ്ട് നല്ലതായിന്ന്. ഇല്ലെങ്കിൽ ഈ കാര്യം ഞാനിപ്പോ അറിയില്ലായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് രവി സാറിനും രാജാറാം സാറിനും ശരിക്കും ഉറങ്ങാം. അങ്ങനെ ഒരു ന്യൂസുമായിട്ടാ ഞാൻ വന്നത്. ന്യൂസോ? എന്ത് ന്യൂസ്? രവി സാറിന്റെ ശത്രുക്കളുടെ പട്ടികയിലുള്ള പ്രധാനികളിൽ ഒരാൾ രാഗസുധ. അവള് ജയിലിലായിന്ന്. കേരളത്തിനകത്തും പുറത്തുമായിരുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി, വധശ്രമം, അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രാഗസുധ. അതെല്ലാം ചേർത്താണ് ഇപ്പൊ ഈ അറസ്റ്റും ജയിൽവാസവും. പറഞ്ഞു കേട്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും പുറലോകം കാണുന്ന ലക്ഷണമില്ല. എല്ലാം കൊണ്ടും സേഫ് ആയ സ്ഥിതിക്ക് ശ്രീലക്ഷ്മി മാഡം കാത്തിരുന്ന ആ സുദിനം നാളെയാ. മനസമാധാനത്തിന്റെ ദിവസം. രാഗസുധ അകത്തായ സ്ഥിതിക്ക് ഇനിയും ശ്രീലക്ഷ്മി മാഡം മറ്റൊരാളായി ജീവിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇനിയെല്ലാം ശ്രീലക്ഷ്മി മാഡത്തിനെ കൊണ്ട് തന്നെ രവി സാറിനോട് പറയിപ്പിക്കണം. നാളെ തന്നെ, അല്ലേ സർ? അങ്ങനെയല്ല സാന്ദ്ര മാഡം. ഇനിയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അവൾക്ക് പലതും ചെയ്യാനാവും. സാന്ദ്ര മാഡത്തിന് രാഗസുധയെ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവളത് പ്രവർത്തിച്ചിരിക്കും. ഇപ്പോ അവൾ കുറച്ചുകൂടി സേഫ് ആവുകയാ ചെയ്തത്. ഇനി രവിക്കെതിരെ അവൾ എന്ത് ചെയ്താലും അവൾ ജയിലിൽ സേഫ് ആയിരിക്കും. നമുക്കോ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നിയമത്തിനോ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാഡം നേരത്തെ പറഞ്ഞതുപോലെ മനസമാധാനത്തിന്റെ ദിവസം വരണമെങ്കിൽ ജയിലിലായാൽ പോരാ, അവൾ മരിക്കണം. അതിനുശേഷമേ രാഗസുധയിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ അവളുടെ മരണം ജയിലിൽ വെച്ച് തന്നെ ആയിക്കൂടെ? രവി സാറോ രാജാറാം സാറോ വിചാരിച്ചാൽ അത് വളരെ ഈസി അല്ലേ? ഡിപ്പാർട്ട്മെന്റുമായി നല്ല ബന്ധങ്ങളില്ലേ രണ്ടുപേർക്കും? അവളെ ഇല്ലാതാക്കാൻ ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല സാന്ദ്ര മാഡം. അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും സാന്ദ്ര മാഡത്തിന് മനസ്സിലാവില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കെട്ടപ്പെട്ടു പോവും. ഏതിനും ഇനിയാണ് രവിയും ബർമൻ വില്ലയിലെ മറ്റുള്ളവരും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഞങ്ങളെപ്പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ അവൾക്കും പിടിപാടുകളില്ല എന്ന് എങ്ങനെ അറിയാം? സോ ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട സമയവും. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. താഴത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു സർ. അവരോട് അമ്മയെ ക്ഷമിച്ചു. ഞാൻ ചിലത് പറഞ്ഞപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് താങ്ക്സ്. ശ്രീലക്ഷ്മി എന്നോട് ആവശ്യപ്പെടുന്ന ഒന്നിനും ഞാൻ പറ്റില്ലെന്ന് പറയാറില്ല. പിന്നെ ഇതുപോലൊരു കാര്യമാകുമ്പോൾ അതിൻ്റെ ഔചിത്യം നോക്കിയേ ശ്രീലക്ഷ്മി ഒരു അഭിപ്രായം പറയാറുള്ളൂ. ഞാനിപ്പോൾ താഴെ കണ്ടത് എൻ്റെ പഴയ ശ്രീലക്ഷ്മിയെ തന്നെയാണ്. അവളോട് ആരെന്ത് ചെയ്താലും അവൾ ക്ഷമിക്കും. അതുപോലെ താൻ പെരുമാറിയത് കണ്ടപ്പോൾ സാറിന് എന്നെ ശ്രീലക്ഷ്മിയായിട്ട് തോന്നി. സ്വാഭാവികം. ഇപ്പൊ മാത്രല്ല, ഇനി പല മുഹൂർത്തങ്ങളിലും സാറിന് അങ്ങനെ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാ. അതെന്താ ഒരു മുൻവിധി?
പഴയ ശ്രീലക്ഷ്മി ആകാനുള്ള എന്റെ റിസർച്ച് കഴിയാറായി. അടിമുടി ശ്രീലക്ഷ്മി ആവാനാ ഇനി എന്റെ തീരുമാനം. യഥാർത്ഥത്തിൽ രൂപം കൊണ്ടോ അതോ മനസ്സുകൊണ്ടോ? രൂപം എന്തായാലും ഈശ്വരനായിട്ട് തന്നു. മനസ്സുകൊണ്ട് 100% ആവാനും പറ്റില്ല. ഒരു 99% എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള 1% സാറിന്റെ മുന്നിൽ ഈ കാണുന്ന കൺമണിക്കുള്ള സ്പേസാ. സാറിന്റെ മുന്നിൽ മാത്രം. സാറും എന്നെ 99% ശ്രീലക്ഷ്മിയായിട്ട് കണ്ടാ മതി. ബാക്കിയൊന്ന് ഞാൻ കൺമണിയാണെന്ന് തിരിച്ചറിവിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതാ.